സ്കൂട്ടി എടുത്തു, പക്ഷെ ഇത് ചവിട്ട അറിയില്ല. അത് ആയിരിക്കും നിന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ എന്താണ്? വെറും കല്ലും മുള്ളുകളാണോ? അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പച്ചപ്പ് കല്ല് കെട്ടിടം, അതാണ് അവളുടെ കണ്ണിന്. ഇതൊക്കെ പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, ശരി, ഓക്കെ. സ്ഥലങ്ങൾ. അതെ, അപ്പൊ ടിപ്പു സുൽത്താൻ ഇവിടെ എവിടെ താമസിച്ചത്? ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫൈനലി കാത്തിരുന്ന് അവസാനം നമ്മുടെ ഫസ്റ്റ് എവർ ഗേൾസ് ഓൺലി ട്രിപ്പ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹംപിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തത്, എത്ര എക്സ്പെൻസായി, എങ്ങനെ പോയി, അതെല്ലാം കേട്ടോ പറയുന്നത്. 2 days and 1 night ആണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹംപി എന്താണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എക്സ്പെൻസ് എത്രയായി എന്നൊക്കെ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്ന് വൈകുന്നേരം 9:30 പുറപ്പെടുന്ന വിജയപുര എക്സ്പ്രസ്സിലാണ് ഹംപിയിലോട്ട് പോയത്. നേരത്തെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഒരാൾക്ക് 245 സംതിങ് ആണ് സ്ലീപ്പറിനായത്. ആൻഡ് ഈ ട്രെയിന് രാവിലെ ഒരു 5:30-6 മണിയോടുകൂടി ഹൊസപേട്ടെ ജംഗ്ഷനിലെത്തും. ട്രെയിൻ രാത്രി 9:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സംസാരം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ട്രെയിനിൽ കയറി നമ്മൾ സീറ്റിൽ വന്നിരുന്നു. ഒരു 10-10:30 തന്നെ നമ്മൾ കയറി കിടന്ന് ഉറങ്ങി. ആൻഡ് രാവിലെ നമ്മൾ 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു കേട്ടോ. ഉറക്കമൊക്കെ അങ്ങനെ ഇങ്ങനെ ആയിരുന്നു, കാരണം അറിഞ്ഞൂടാത്തൊരു സ്ഥലത്തോട്ട് പോവുമല്ലേ. പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. 6 മണി ആയപ്പോഴാണ് നമ്മൾ ഹൊസപേട്ടെ ജംഗ്ഷനിലെത്തിയത്. ആൻഡ് നമ്മൾ ഈ ട്രെയിൻ ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത്. നമ്മളവിടെ റൂമോ അവിടുത്തെ ട്രാവലോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അവിടെ പോയിട്ട് വേണം നമുക്ക് റൂമും ട്രാവലും ഒക്കെ നോക്കാൻ. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതേ ഹൊസപേട്ടെ ജംഗ്ഷനിലെത്താനായി. ഇതാണ് ഹൊസപേട്ടെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ദെൻ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നമ്മൾ ഇറങ്ങി. ഇതാണ് പുറത്തെ വ്യൂ. റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഓട്ടോചേട്ടന്മാർ വരും. ഹംപി ഫുള്ള് കാണിച്ചു തരാം, അവിടെ ഡ്രോപ്പ് ചെയ്യാം, ഇവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപയാവുള്ളൂ എന്നൊക്കെ പറയും. നിങ്ങൾ അതിലൊന്നും വീഴരുത്. ആൻഡ് അതുപോലെ നമ്മുടെ അടുത്ത് ഒരു ഓട്ടോചേട്ടൻ വന്നു. ഞങ്ങൾ പറഞ്ഞത് ബസ് സ്റ്റോപ്പിലോട്ടാക്കാനാണ്. ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് ആയത് 60 രൂപയാണ് കേട്ടോ. അവിടെ എത്തിയ ഉടനെ 12ാമത്തെ നമ്പറിൽ പോയി നിൽക്കുക. അവിടെ ഹംപി ബസ് വരും. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ സൈഡിലാണ് ബസ് നിർത്തുക. അതിൽ ബസ്സിന് ഞങ്ങൾക്കായത് 60 രൂപയാണ്, ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അവിടെയും ഇതുപോലെ കുറേ ഓട്ടോ ചേട്ടന്മാർ വരും. അവർ മാപ്പൊക്കെ കൊണ്ടാണ് കേട്ടോ വരുന്നത്. അത് കാണിച്ചു തരാം, ഹംപി ഫുൾ ഇത്ര രൂപയാവുള്ളൂ, ഫുള്ള് ചുറ്റിക്കറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ കറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. ആൻഡ് മറ്റേ സിനിമയിൽ പറയുന്നുള്ള ഹംപി അങ്ങനെ ആരും കാണിച്ചു തരാനുള്ളതല്ല, നമ്മൾ സ്വയം പോയി കണ്ടുപിടിക്കാനുള്ളതാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വണ്ടി എടുത്ത് നമുക്ക് പോവാം എന്നുള്ളതേ ഉള്ളൂ. ബസ് ഇറങ്ങി ആദ്യം നമ്മൾ റൂമാണ് കേട്ടോ അന്വേഷിച്ചത്. ആൻഡ് ഇതാണ് നമുക്ക് കിട്ടിയ റൂം. 1500 ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 7 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തത്. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് 1500 രൂപയെ 3 പേർ കൂടെ ആയിട്ടുള്ളൂ കേട്ടോ. അത് ഭയങ്കര ചീപ്പായിരുന്നു. അതിനുശേഷം നമ്മളവിടെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി നമ്മൾ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അതുവഴിയാണ് കേട്ടോ പോയത്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ കണ്ടു കേട്ടോ. നമുക്കത് മേടിക്കണം എന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊന്ന് മേടിച്ചു. ഇതാ എനിക്ക് ബ്ലൂ, എനിക്ക് ആ ചേട്ടൻ നല്ല പാവമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങിയത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ സ്കൂട്ടി എടുക്കാൻ പോകുന്നത് നോർത്ത് ഹംപിയിലാണ്, അതായത് തുംഗഭദ്ര റിവറിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് ഉണ്ട്. ഒരാൾക്ക് ഇവിടെ നിന്ന് അക്കരെ പോകാൻ 50 റുപ്പീസാണ് ആവുന്നത്. ആൻഡ് സ്കൂട്ടി അവർ അതിൽ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. ഒരു സ്കൂട്ടിക്കും 50 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 50 റുപ്പീസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് 50, അങ്ങനെ ഒരാൾക്ക് 100 ആണ് കേട്ടോ ആയത്. അപ്പം നമുക്ക് പോയി സ്കൂട്ടി എടുത്തിട്ട് വരാം കേട്ടോ. സ്കൂട്ടി എടുത്തു, പക്ഷെ ഇത് ചവിട്ട അറിയില്ല. അത് ഞാൻ ചവിട്ടാമോ? ഞാനാ കയറ്റിയത്. അണ്ണാ ഇത് പറ്റൂല അണ്ണാ. എടി കാല്
ഗൈസ് അവിടെ ഫുള്ള് ഇങ്ങനെ തേര് പോലെ ഇറക്കവും കുറേ കല്ലും ഒക്കെയാണ്. ആൻഡ് സ്കൂട്ടിയുടെ സ്റ്റാൻഡ് വർക്കിംഗ് ആയിരുന്നില്ല. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അതിടുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ആൻഡ് സ്കൂട്ടിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടിക്ക് ഒരു ഡേക്ക് 500 ആണ് ആയത്. ആൻഡ് എക്സ്ട്രാ നമ്മൾ 1 ലിറ്റർ പെട്രോളൂടെ മേടിച്ചു, അതിന് 130 ആണ് ആയത്. അങ്ങനെ ഒരു സ്കൂട്ടിക്ക് 630. അങ്ങനെ നമ്മൾ 2 സ്കൂട്ടിയാണ് കേട്ടോ എടുത്തത്. സ്കൂട്ടി എടുത്തതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. സ്കൂട്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂഫ് ടോപ്പിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫുഡിന് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം വൈകി. ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പോവുക, ഫ്രഷ് ആവുക, അമ്പലത്തിലോട്ടൊന്ന് പോവുക. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി സാരിയൊക്കെ കൊടുത്തിട്ട് ആദ്യം പോയത് വിരൂപാക്ഷ ടെമ്പിളിലാണ് കേട്ടോ. വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ്ലി ഫങ്ഷനിങ് സാങ്ച്വറി ആണ് ഹംപിയിലെ. ഇവിടെ നിൽക്കാനാണെങ്കിൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതിനകത്ത് കയറാൻ അങ്ങനെ എൻട്രി ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറേ നേരം ഇവിടെ നിന്നും കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇവിടെ ഉള്ളവർക്കൊരു വിശ്വാസമുണ്ട്. അതെന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ಕನ್ನಡ ಬರುತ್ತಲ್ಲ, ಯಾರನ್ನ ಏನನ್ನ ಮನ್ಸನಾಗ ಏನನ್ನ ಅನ್ಕೊಂತಿರಲ್ಲ, ಈ ತರ ಇದು ರೌಂಡ್ ಶೇಪ್ ಇದೈತಲ್ಲ, ಈ ತರ ಟಚ್ ಮಾಡ್ಬೇಕಂತ ಸಕ್ಸಸ್ ಆಗ್ತಾವಂತ ಏನೋ ಒಂದು നോക്ക് നോക്ക് എത്തുവോഗി. യെസ്, നമ്മൾ കുറേ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടൊരു സാധനമാണ് ഈ ആ ഒരു റൗണ്ടില്ലേ, ആ റൗണ്ടിന് ചുറ്റും നമ്മൾ കൈ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷ് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ 2 ഫിംഗേഴ്സ്, നമ്മുടെ 2 കൈയിലെ ഫിംഗേഴ്സും ടച്ച് ചെയ്ത് ആ വിഷ് നടക്കും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. എന്തായാലും നമ്മുടെ 3 ആളുടെയും വിഷ് നടക്കൂല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ കൈവച്ചിട്ടൊന്നും അവിടെ ടച്ചായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് റോയൽ എൻക്ലോഷർ കാണാനാണ് കേട്ടോ. അതിനകത്ത് പുഷ്കരണിയുണ്ട്, മറ്റേ സ്റ്റെപ്ഡ് ടാങ്കാണ്. അപ്പം സാരി ഉടുത്ത് തന്നെ പോയത്. അവിടെ നിന്ന് സാരിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ പോയത്. കുറച്ചടുത്ത് തന്നെ, ഒരു 1 കിലോമീറ്റർ ഇല്ല, അത്രയും അടുത്താണ് അടുത്ത സ്പോട്ടെന്ന് പറയുന്നത്. ഇതാണ് റോയൽ എൻക്ലോഷർ. അതിനകത്ത് തന്നെ മഹാനവമി ദിബ്ബ, പിന്നെ ആ സ്റ്റെപ്ഡ് ടാങ്ക്, ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു പഴയ ഒരു സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ആൻഡ് കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നതിൻ്റെ ചില പാർട്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആൻഡ് ഹംപി എന്താണെന്ന് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ വിജയനഗര എംപയർ എന്തായിരുന്നു എന്നറിയാത്തവർക്ക് ചിലപ്പോൾ ഇതൊക്കെ വെറും സ്റ്റോൺസ് മാത്രമായിട്ട് തോന്നും. ആൻഡ് ഇവിടെ എന്താ ഉള്ളത് എന്നും തോന്നുമായിരിക്കും. അതവരുടെ തെറ്റല്ലല്ലോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയത് ഹസാര രാമചന്ദ്ര ടെമ്പിളിലാണ്. അവിടെയും ഈ ഇങ്ങനെ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് വർക്കിംഗ് ആയിട്ടുള്ള ടെമ്പിൾ അല്ല കേട്ടോ. നമ്മൾ അവിടെയും കുറച്ച് നേരം ഇരുന്നു. അതിനുള്ളിൽ ഒരു മണ്ഡപം പോലൊരു സാധനം ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ഡാൻസ് പോസും അങ്ങനത്തെ ഡാൻസൊക്കെ, കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ടാണ് വന്നത്, നമുക്ക് ആ സാരി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി വീണ്ടും നമ്മൾ ഈ റോഡ് തന്നെയാണ് ട്രാവൽ ചെയ്തത് ഇങ്ങോട്ടേക്ക്, ക്വീൻസ് ബാത്തിലോട്ട്. ഇത് പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഉള്ളിലുള്ള ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നല്ല ഫോട്ടോസ് എടുത്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആക്കി കുറേ റീലൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നേരെ പോയത് നോബിൾസ് മാൻ ക്വാർട്ടേഴ്സിലായിരുന്നു. ഇതിങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. ആൻഡ് കയറിപ്പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള വ്യൂ എന്ന് പറയണം ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നല്ല കാറ്റുണ്ടായിരുന്നു. ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, അതാണ് സത്യാവസ്ഥ. ആൻഡ് നെക്സ്റ്റ് അതിനപ്പുറത്ത് തന്നെയാണ് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. അവിടെ ഭയങ്കര വെള്ളമാണ് കേട്ടോ. അത് നന്ദിയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടെയും കുറച്ച് നേരമൊക്കെ നമ്മൾ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് നേരെ പോയത് ലോട്ടസ് മഹാൽ കാണാനാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം ലോട്ടസ് മഹാൽ, എലിഫൻറ്റ് സ്റ്റേബിൾ, വിഠല ടെമ്പിൾ, ഇത് 3ഉം ഒരു ദിവസമാണ് നമ്മൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് 3നുമായിട്ട് നമുക്ക് ഒരൊറ്റ ടിക്കറ്റ് മതിയാവും. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 5:45 ആയി ടൈം. 6 മണി വരെ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് ലോട്ടസ് മഹാലും എലിഫൻറ്റ് സ്റ്റേബിളും കാണാൻ പറ്റി. വിഠല ടെമ്പിളിലോട്ട് പോകാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ വിഠല ടെമ്പിൾ നമ്മൾ ഡേ 2ലാണ് കണ്ടത്. ആൻഡ് എഗെയിൻ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ആൻഡ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ് ആയിരുന്നു. ഇതിനകത്ത് തന്നെ ലോട്ടസ് മഹാലുണ്ട്, എലിഫൻറ്റ് സ്റ്റേബിൾ ഉണ്ട്, പിന്നെ ഒരു രംഗമന്ദിർ. ഇതാണ് രംഗമന്ദിർ എന്ന് പറയുന്നത്.
ദെൻ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഹേമകുണ്ട ഹിൽസിലാണ്. ഇത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയതാണ് കേട്ടോ. ഇതാണ് ഹേമകുണ്ട ഹിൽസിൻ്റെ എൻട്രി. ആൻഡ് നമ്മൾ തൊട്ടപ്പുറത്തുള്ളൊരു സ്റ്റെപ്പ് കയറിപ്പോയി, പക്ഷേ അത് വേറെ എന്തോ ഒരു സ്ഥലത്തിലാണ് എത്തിയത്. ആൻഡ് ഇവിടെ സൺസെറ്റ് കാണണം എന്ന് വിചാരിച്ച് വന്നു, പക്ഷെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഫേയിൽ ഫുഡ് കുറച്ച് എക്സ്പെൻസ് ആയിരുന്നു. വേറെ അവിടെ അടുത്തൊന്നും കടയില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാത്രി വിരൂപാക്ഷ ടെമ്പിളിൽ തന്നെ പോയിട്ടോ. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസത്തിൽ ഇഷ്ടപ്പെട്ട ഇതാ. നിനക്കോ? ആയിട്ടു. കാരണം ഞങ്ങളിപ്പോൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ഉള്ളിലിരിക്കുവാണ്. ആൻഡ് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഹംപിയിലെ ഡേ 1 വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഡേ 2 വിശേഷം ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.